Okay, anyway, since I was kid, I always wanted to go see what's out there in the world. ബട്ട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും കിഡാണ്. പിന്നെ എൻ്റെ ഫാമിലിയിലായാലും ഈവൻ എൻ്റെ കസിൻസിൻ്റെ കൂട്ടത്തിലായാലും അങ്ങനെ ഭയങ്കര ട്രാവലിങ് ഇഷ്ടമുള്ള ആൾക്കാർ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലിമിറ്റേഷൻസ് കാരണം ഇതുപോലെ ഇങ്ങനെ അടക്കി വെച്ചത് കൊണ്ടാണോ പുറത്തേക്ക് വരായിട്ടാണോ എന്താണെന്ന് അറിയില്ല. ബട്ട് എനിക്കുള്ള ഒരു ക്രേസ് വേറെ ആർക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ ഫാമിലിയിൽ. ബട്ട് ദെൻ ഫ്രം വെയർ ഐ ഗോട്ട് എന്നുള്ളത് ഐ എം നോട്ട് ഷുവർ. സൗദിയിലായിരുന്നു എന്നുണ്ടെങ്കിലും വെക്കേഷന് ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ ഐ യൂസ് ടു ലവ് ദിസ് പ്ലേസ്. എൻ്റെ സിബ്ലിങ്സ് ആയാലും ഫ്രണ്ട്സിനായാലും എല്ലാവർക്കും ജദ്ദയായിരുന്നു ഇഷ്ടം. ബട്ട് I don't know, I always loved this place. I always loved greenery. And I always wanted to be in Kerala. And +1 ഞാൻ നാട്ടിൽ വന്നു. But of course, I was just discovering myself. I did not know I had this much of a craze for traveling and all. പിന്നെ ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ട്രിപ്പുകൾ പോകുമല്ലോ, അതായത് ജസ്റ്റ് ഒരു കോഴിക്കോട് വരെ പോവുക, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ സ്ഥലത്തിലോട്ട് ആവശ്യത്തിന് പോകുമ്പോൾ തന്നെ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ടയേർഡാണെന്നുണ്ടെങ്കിലും എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ടൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു ആ ടയേർഡ്നെസ് പോലും. പിന്നെ എനിക്കിങ്ങനെ ഈ പോവലിനോടുള്ള ഒരു ഇഷ്ടം കൂടി വരാൻ തുടങ്ങി. ദിസ് ഈസ് ദ കേസ് ഫോർ എവ്രി വൺ. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാവും. ബട്ട് ഫോർ മീ ഇൻ മൈ ഫാമിലി എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമൊന്നും ആയിരുന്നില്ല. സോ അങ്ങനെ ഒരു ഫൈൻ ഡേ എൻ്റെ ഹൈദരാബാദിലുള്ള ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ടായി. ആൻഡ് me and my Kerala friends were invited. ബട്ട് ഒബ്വിയസ്ലി ഇവിടുന്ന് ഞാൻ ആ ടൈമിൽ ഡിഗ്രി 4th ഇയറാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ പാരൻസ് സൗദിയിലാണ്. അപ്പോൾ അവർക്ക് എന്നെ ഒറ്റയ്ക്ക് വിടാൻ തീരെ ധൈര്യം ഉണ്ടായിരുന്നില്ല. ദ മൊമെൻറ്റ് മാരേജ് ഫിക്സായി, അല്ലെങ്കിൽ ഇങ്ങനെ മാരേജ് ഫങ്ഷന് വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മുതലേ എൻ്റെ മൈൻഡിൽ ഹൈദരാബാദ് കാണണം എന്നായി. എന്നിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പാരൻസിനെ വിളിച്ച് കുറേ പറഞ്ഞു വിടണം എന്നുള്ളത്. ബട്ട് പാരൻസ് ഓഫ് കോഴ്സ് വാസ് നോട്ട് വെരി വില്ലിങ്. ബട്ട് ഒരു ചെറിയൊരു മൂളക്കം കിട്ടിയപ്പോൾ തന്നെ ഞാൻ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വേറെയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവിടുന്ന് ഹൈദരാബാദിലോട്ട്. ആ ഒരു ധൈര്യത്തിലാണ് അവരിങ്ങനെ ഓക്കെ എന്നുള്ള പോലെ നിന്നത്. ബട്ട് ദെൻ പിന്നീട് മാരേജ് നീട്ടി വെച്ചു. അതേപോലെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിന് വരാൻ പറ്റാത്ത എക്സാംസ് ഒക്കെ ആയി. ഇതൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. മാരേജ് നീട്ടി വെച്ച കാര്യമൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ഞാൻ എടുത്ത ടിക്കറ്റിന് നൈസ്ലി ഹൈദരാബാദിൽ വണ്ടി കയറി. ഫ്രണ്ട്സിന് അറിയായിരുന്നു ഞാൻ ഒറ്റക്കാണ് പോവാൻ പോണേന്നും മാരേജ് ഇല്ലാന്നും. ആൻഡ് ദെൻ എല്ലാവരും ഇങ്ങനെ എന്തിനാ അപ്പോൾ പോണേ, എത്ര റിസ്ക് ആണ് ഒറ്റക്ക് പോവലൊക്കെ എന്നുള്ള ഭയങ്കര നെഗറ്റീവ് സാധനങ്ങളായിരുന്നു. ബട്ട് ദെൻ അങ്ങനെ നമ്മളെ കൂടെ നിൽക്കാൻ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്കത് അങ്ങനെ എന്തോ ഒരു ധൈര്യം വെച്ച് എങ്ങനെയൊക്കെയോ ഞാൻ എന്തായാലും വണ്ടി കയറി. ആകെ ഒരു കാര്യം മാത്രമേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഹൈദരാബാദിൽ എൻ്റെ ഒപ്പം പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്ത് വന്നാലും അവരടുത്ത് പോയി നിൽക്കാമല്ലോ എന്നുള്ളൊരു സാധനം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ബാക്കി ഒന്നിനും കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എവിടേക്ക് കാണണം എന്നൊക്കെ. പിന്നെ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കി. അങ്ങനെ 2-3 ഡേയ്സ് ഞാൻ ഹൈദരാബാദ് കണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പോണ്ടിച്ചേരി പോയി. തിരിച്ച് പോകണ വഴി പോണ്ടിച്ചേരി പോയി. അവിടെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരിയും കൂടിയും കണ്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിൽ വന്നത്. നാട്ടിൽ വന്നൊരു 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ജിദ്ദയിലോട്ടുള്ള ടിക്കറ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊരു 2-3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പാരൻസിനെ കാണാൻ പോണത്. സോ ഐ ഹാഡ് ദിസ് ഫിയർ ബിക്കോസ് ദേ കെയിം ടു നോ ദാറ്റ് ദ മാരേജ് വാസ് നോട്ട് ദെയർ. എന്നിട്ട് ഞാൻ എന്തിനു പോയി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരാനുണ്ടല്ലോ. അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി വണ്ടി കയറിയ സമയത്ത് വാപ്പ ആദ്യം ചോദിച്ചു, ഹൈദരാബാദ് പോണതിൻ്റെ മുന്നേ നിനക്ക് അറിയില്ലേനോ, മാരേജ് നീട്ടി വെച്ച കാര്യം അറിയില്ലേനോ ചോദിച്ചു. അപ്പം എനിക്കപ്പോൾ നുണ പറയാൻ തോന്നില്ല. ഞാൻ ആന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് വെൻറ്റ് ഇൻ എ സൈലൻസ്. ഒന്നാമത് നമ്മൾ 2-3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് കാണുകയാണ്. അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി സംഭവിക്കേണ്ടതായിരുന്നു. പിന്നെ ഇപ്പം എന്തായാലും പോയി വന്ന കാരണം അവർക്ക് ഇനി ഒന്നും പറയാനും ചെയ്യാനോ ഇല്ല. എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അപ്പം ഞാൻ എന്താക്കും, ഞാൻ പറയും എനിക്കിനി നെക്സ്റ്റ് ഡൽഹിയിൽ പോകണം. ഹിമാചലാണ് മൈൻഡിൽ. ബട്ട് ദെൻ ഞാൻ ഡൽഹി എന്നേ പറയലുള്ളൂ. ഹിമാചൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ ബോംബ് പൊട്ടിത്തെറിച്ച പോലെ ആവും. ഞാനതപ്പോൾ വീട്ടിലിങ്ങനെ ഡൽഹിയിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഐ എം നോട്ട് ഷുവർ ഐ വിൽ ഗോ ഓർ എനിക്കൊന്നും അറിയില്ല. ബട്ട് ദെൻ ഹൈദരാബാദിൽ പോയി വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഗോയിങ് ടു ഡൽഹി ഈസ് നോട്ട് എ വെരി ടഫ് തിങ്.
നടക്കുമ്പോഴാണെന്നുള്ളൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ എന്ത് പറഞ്ഞാലും ഡൽഹി 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 എന്ന് തന്നെ എൻ്റെ വായിന്ന് വരാറുള്ളൂ. അങ്ങനെ ഒരു നവംബർ ആയ സമയത്താണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. സൗദി പോയി വന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തി. പിന്നെ എനിക്കിങ്ങനെ ഈ ഡൽഹിയിൽ എത്തണം, പോകണം, ഹിമാചൽ കാണണം എന്നുള്ളൊരു സാധനം കൂടി ഞാനിങ്ങനെ പറയും തോറും ഡ്രീം ചെയ്യും തോറും എൻ്റെ ആഗ്രഹം ഇങ്ങനെ കൂടി വന്നു. എത്രത്തോളം നടക്കുന്നൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല, ബട്ട് എന്തോ I wanted to try it. I wanted to give a try because I don't know, I always felt marriage was nearing, and once marriage is done ഈ പറഞ്ഞ ട്രിപ്പും കാര്യങ്ങളൊന്നും നടക്കൂല അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് ആയിരുന്നു. ഭയങ്കരമായിട്ടൊരു മാരേജോ ഫോബിക് പേഴ്സൺ ആയിരുന്നു. but then I married. അങ്ങനെ എന്തായാലും നവംബർ ആ സമയത്ത് പിന്നെ എനിക്ക് പോകണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ അടുത്ത് പൈസ വേണമല്ലോ. അപ്പം പിന്നെ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു സാധനമായി. അപ്പം ഞാൻ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് PG ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ PGൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പാർട്ട് ടൈമിന് ഒരു ഒപ്റ്റിക്കൽസിൽ കയറി പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 2 months, ഒരു ഡിസംബറൊക്കെ ആയ സമയത്താണ് നൂറ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അവൾ എന്തായാലും പോകുന്നുണ്ട്, ഡൽഹിയിൽ പോകുന്നുണ്ട്, അവളുടെ കസിൻസ് അവിടെ പഠിക്കുന്നുണ്ട്, അപ്പോൾ അവരുടെ കൂടെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓക്കെ, പൈസ മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഒരാളും കൂടി ഇല്ലാതെ എന്തായാലും പോക്ക് പോസിബിൾ അല്ല. ഹൈദരാബാദ് പോലെ അല്ലല്ലോ ഡൽഹി എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഒരാളൊക്കെ എന്തായാലും വേണ്ടേ. പിന്നെ പൈസ മാത്രം ഉണ്ടാക്കി വെച്ച് എല്ലാം സെറ്റായി എന്ന് വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കൂടെ വരാൻ ഒരാളൊന്നും ഇല്ലെങ്കിൽ പോസിബിൾ ആവൂലല്ലോ. അപ്പോൾ പിന്നെ ഇപ്പം എന്തായാലും അവൾ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവളുടെ കൂടെ പോകാം എന്നുള്ള മൈൻഡായി. അങ്ങനെ എന്തായി, നമ്മൾ രണ്ടുപേരും ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാനാക്കി. ആ ടൈമിൽ ഞാൻ എൻ്റെ മൂത്താപ്പാടെ വീട്ടിലാണ് നിൽക്കൽ. ഉമ്മിപ്പി സൗദിയിലുള്ള സമയമാണല്ലോ. അങ്ങനെ ഞാനിങ്ങനെ ഇതെങ്ങനെ ഞാൻ എടുത്തിടുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഐഡിയ ഇല്ല. ബദൻ പറയാതിരിക്കാൻ പറ്റൂലല്ലോ, കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ പറയണല്ലോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു, ഇങ്ങനെ പോയാലോ വിചാരിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പം അങ്ങനെ അവർ ഭയങ്കര സ്വാഭാവികമായിട്ടും ഭയങ്കര എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ആൻഡ് ഐ സ്റ്റിൽ സ്റ്റേഡ് ലൈക്ക് മേ ബി പോകേണ്ടി വരും, ഐ ഡോണ്ട് നോ എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെയാണ് ഞാൻ നിന്നത്. അപ്പോഴും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് സമ്മതിച്ചിട്ട് എന്തായാലും ഒരു പോക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ഈ പറയാതെ പോകേണ്ടി എന്നുള്ളൊരു സാധനമായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ് വോണ്ട് ടു ഗോ വിതൗട്ട് ടെല്ലിങ്. ഐ സൈഡ് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും പറയും. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആരും അത്ര ഭയങ്കര ട്രാവലിംഗ് ക്രേസ് ആയിട്ടുള്ള ആൾക്കാരും അല്ല. പിന്നെ ഐ ഡോണ്ട് നോ, ഞാൻ ഈ പറഞ്ഞതൊക്കെ ഭയങ്കര ഹെക്ടിക് ആയിരുന്നു വീട്ടിൽ. അങ്ങനെ തന്നെ ആവും മേ ബി, ബിക്കോസ് ഐ വാസ് എ കിഡ് ആൻഡ് മൈ പാരൻസ് വാസ് നോട്ട് ഇൻ ദ സ്റ്റേറ്റ്. ആൻഡ് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇവരോടൊക്കെ ആവുമല്ലോ ചോദിക്കുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഐ നോ ദാറ്റ്, ബട്ട് ഐ ഡോണ്ട് നോ, ഇഫ് ഐ വാസ് വെയിറ്റിംഗ് ദെൻ മേ ബി മൈ ഡ്രീംസ് വുഡ് നെവർ ഹാപ്പൻ എന്നൊരു സാധനം. പിന്നെ ആക്ച്വലി നൂറിൻ്റെ വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടി എന്നായി. പിന്നെ നമ്മൾ ടിക്കറ്റ് നോക്കും തോറും ടിക്കറ്റ്സിൻ്റെ ആകെ 4 or 5 ടിക്കറ്റൊക്കെ ആയി തുടങ്ങി. പിന്നെ ടിക്കറ്റ് കിട്ടൂല എന്നായപ്പോൾ പിന്നെ അതെന്തായാലും എടുത്തു വെക്കുക, രണ്ടും കൽപ്പിച്ച് അങ്ങനെ അതെടുത്ത് വെച്ചു. ഡൽഹിയിലോട്ടുള്ള ടിക്കറ്റ്സ് നമ്മൾ എടുത്ത് വെച്ചു. ബട്ട് അപ്പോഴും പെർമിഷൻ സെറ്റായിട്ടില്ല, ഒന്നും സെറ്റായിട്ടില്ല, എന്താ നെക്സ്റ്റ് എന്നൊന്നും അറിയില്ല. ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് വെച്ചു. അങ്ങനെ എങ്ങനെയെങ്കിലും വീട്ടിൽ സെറ്റാക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു നമ്മൾ. മീൻവൈൽ നൂറിൻ്റെ വീട്ടിൽ നിന്ന് ഓൾറെഡി പെർമിഷൻ കിട്ടിയല്ലോ. അപ്പോൾ ഷീ വാസ് ലൈക്ക്, പൈസ എന്തായാലും വീട്ടിൽ നിന്ന് തരൂല, ബട്ട് പെർമിഷൻ ഓക്കെ പോയിക്കോ, ബട്ട് പൈസ എന്നെ ഉണ്ടാക്കാൻ തരും എന്നുള്ളൊരു സാധനം ഓളെ വീട്ടിൽ. അപ്പോൾ അവൾ പോണ്ടിച്ചേരിയിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് പൈസ സേവ് ചെയ്യാൻ വേണ്ടി ക്ലാസ്സസൊക്കെ എടുക്കാം എന്നുള്ള നിലക്ക് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ക്ലാസ്സസ് എടുത്ത് പൈസ സേവ് ചെയ്യാൻ തുടങ്ങണതിൻ്റെ ഇടയിൽ അവളുടെ പാരൻസ് വാസ് ലൈക്ക്, എന്തിനാ അപ്പോൾ പോണ്ട. അപ്പോൾ ഒത്തിരി ഞാനിങ്ങനെ എൻ്റെ ഉമ്മയോടും അപ്പനോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഒരു ലെവൽക്ക് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോഴാണ് അവളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം. എൻ്റെ വീട്ടിൽ ഓഫ് കോഴ്സ് സമ്മതിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് എനിക്ക് ആകെ ഒരു ഒറ്റ കാര്യം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഇപ്പോൾ ഒരു ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മേ ബി എൻ്റെ ലൈഫിൽ ഇതൊരിക്കലും സംഭവിക്കില്ല.
സോ ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഗീവ് എ ട്രൈ ജസ്റ്റ് വൺസ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് കുറേ കഴിഞ്ഞിട്ട് പിന്നീട് അന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. ആ ഒരൊറ്റ സാധനം മാത്രമേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞാനും ബാസിയെല്ലാം കൂടി നൂറിൻ്റെ വീട്ടിൽ പോയി. അവളുടെ ഉപ്പാട്ടൊക്കെ പറഞ്ഞു നമ്മൾ പോട്ടെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. എവിടെ സമ്മതിക്കണില്ല. പിന്നെ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയി. പോവാൻ ഏകദേശം 1 വീക്ക് സമയം ഉണ്ടായിരുന്നുള്ളപ്പോഴേക്കും പിന്നെ ഞാനിങ്ങനെ എന്തായാലും ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ള മൈൻഡിൽ നിൽക്കുക. എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ പോണില്ല എന്നോ അല്ലെങ്കിൽ നൂറിൻ്റെ വീട്ടിൽ ഇങ്ങനെ സീനുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ വീട്ടിലിങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ള പോലെയാണുള്ളത്. അങ്ങനെ പിന്നെ ആ ഒരു ടൈമിൽ ഞാനും നെസിയുമാണ് കേട്ടോ. ആ ടൈമിൽ നമ്മൾ ഫ്രണ്ട്സാണ്. ആ ടൈമിൽ നമ്മൾ നെസിക്കും ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ എനിക്കും ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെസിനായിട്ടാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യാറ്. ബാക്കി എൻ്റെ ഫ്രണ്ട്സിനാർക്കും അങ്ങനെ ട്രാവലിങ് ഭയങ്കര ഇഷ്ടമുള്ള പീപ്പിൾസ് കുറവേനു. പിന്നെ ഓനോടൊരു കാര്യം പറഞ്ഞത് ഓൻ്റെ അടുത്ത് തന്നെ നിൽക്കും. ഓൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു പണ്ടേ. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ പോകണ കാര്യങ്ങളൊക്കെ നെസിൻ്റെ അടുത്താണ് പറയല്. നമുക്കിതൊരാളോട് പറയണമല്ലോ, എനിക്കൊക്കെ ഒരാളോട് പറയണം ഒരു സജഷൻസ് ഒക്കെ ഒന്ന് കിട്ടാൻ, കാരണം ഒറ്റയ്ക്ക് ചെയ്യാൻ പോവല്ലേ. അങ്ങനെ അപ്പോൾ ഞാൻ നെസിൻ്റെ അടുത്ത് എല്ലാം പറയലുണ്ടായിരുന്നു ഈ പോണ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ മൈൻഡിൽ ഫുൾ ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും നടക്കൂല എന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് റെഡി ടു ഗീവ് അപ്പ്. ഐ സ്റ്റിൽ വോണ്ടഡ് ടു ട്രൈ, ബട്ട് ഐ നോ ദിസ് വാസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ പാർട്ട് ടൈമിൽ നിന്നൊരു ഒപ്റ്റിക്കൽസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെയാണ് ലെൻസ് കാർട്ടൂൺ നെസി വർക്ക് ചെയ്തത്, ലെൻസ് കാർട്ടൂൺ. അപ്പം അങ്ങനെ ഒരു ദിവസം രാത്രി എന്തിനോ വേണ്ടി നമ്മളെ മീറ്റാക്കിയ സമയത്താണ് ഞാൻ നെസിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നടക്കുന്നുണ്ടാവില്ല, പോക്കൊന്നും നടക്കൂല, ഞാൻ നൂറിനെ സമ്മതിക്കണില്ല പറഞ്ഞു. ഇവനാണെങ്കിൽ കുറേ വർത്തമാനം പറയേണ്ട ടൈപ്പൊന്നുമല്ല, കുറേ ഒന്നും പറയില്ല, കാര്യങ്ങൾ മാത്രം പറയാം, അത്രേ ഉണ്ടാവില്ലുള്ളൂ. അപ്പോൾ ഇവൻ പറഞ്ഞു കുറച്ചൊക്കെ റിസ്ക് എടുത്താൽ തന്നെ എന്തെങ്കിലും നടക്കുള്ളൂ, ഈ പോവാൻ കരുതിക്കണമെങ്കിൽ ഈ പോകുമെന്ന് പറഞ്ഞു. അപ്പം എനിക്കിങ്ങനെ ഭയങ്കര എന്തോ പോലെ, ഞാൻ എത്ര റിസ്ക് എടുത്തിട്ട് പിന്നെ അതൊക്കെ അറിയുന്ന ഒരാളാണ് ഓൻ, എന്നിട്ട് പിന്നെ എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ റിസ്ക് എടുക്കാത്ത പോലെ ഇല്ലപ്പോ. അവനതും പറഞ്ഞിട്ട് അവൻ പോയി. ബട്ട് പിന്നെ എൻ്റെ മൈൻഡിനുണ്ടോ ഒരു സമാധാനം. ഞാൻ എത്രമാത്രം റിസ്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത് അറിയുന്ന ഒരാളാണ് നെസി. എന്നിട്ട് നെസി അത് പറഞ്ഞില്ലേ, അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ, എൻ്റെ ഉറക്കൊക്കെ പോയി, ഞാനിപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള സാധനമൊക്കെ ആയി. പിന്നെ ആണെങ്കിങ്ങനെ ഒറ്റക്ക് പോയല്ലോ. ബിക്കോസ് ന്യൂറ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മുന്നിൽ ആകെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് അലോൺ. പിന്നെയാണ് ഞാൻ ഈ ഒറ്റയ്ക്ക് പോണതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. ബട്ട് ഐ വാസ് നോട്ട് റെഡി ഫോർ ഇറ്റ്, ബട്ട് ദാറ്റ് ഈസ് ദ ലാസ്റ്റസ്റ്റ് ഓപ്ഷൻ ദർ റിമെയിൻസ്. അപ്പം ഞാൻ എന്താക്കി, ഞാൻ ജസ്റ്റ് അവനക്ക് മെസ്സേജ് ചോദിച്ചു, ഞാൻ ഒറ്റക്ക് പോയാലോ എന്ന് വിചാരിക്കപ്പുണ്ട് പറഞ്ഞു. അല്ല അവനാ ഒറ്റക്ക് പോയിക്കോ, ഒറ്റക്ക് പോണേനെന്താ, അങ്ങനെ ഒറ്റക്ക് പോണ കുറേ ആൾക്കാരുണ്ടാവും, അവരപ്പം കൂടിയാൽ മതി. അപ്പോൾ ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ മേ ബി എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ലേനു, ഓക്കെ എന്ന് വിചാരിക്കുമായിരുന്നു. ബട്ട് അവനങ്ങനെ യെസ് പറഞ്ഞപ്പോൾ ഞാൻ ഓ മൈ ഗോഡ് ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഒറ്റക്ക് പോകുന്നുള്ള സാധനമായി. അങ്ങനെ ഞാനും നൂറിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതില, അവളുടെ റൂമിൽ സ്റ്റേ ചെയ്യാനായിരുന്നു പ്ലാൻ ഡൽഹിയിൽ. അപ്പം ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു, അവളാണല്ലോ അവിടെ ഉള്ളത്, അവൾക്ക് മെസ്സേജ് അയച്ചിങ്ങനെ ഞാൻ ഒറ്റക്ക് വന്നാലോ എന്ന് വിചാരിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഷീ വാസ് ലൈക്ക് എനക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് വന്നോ, കുഴപ്പമില്ല എന്നൊക്കെ. പിന്നെ എന്താ എല്ലായിടത്തും നിന്നും ഇങ്ങനെ പോസിറ്റീവ് സിഗ്നൽസാണ് കിട്ടിയത്. അങ്ങനെ എനിക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ ഒറ്റക്ക് പോയിട്ട് വേണമല്ലോ, ബിക്കോസ് എല്ലായിടത്തും പോസിറ്റീവ് സാധനങ്ങൾ കിട്ടി. അപ്പം ഞാനാണല്ലോ നെക്സ്റ്റ് ട്രൈ ആക്കണ്ടേ. അങ്ങനെ ഞാൻ എന്തായാലും വീട്ടിൽ പറഞ്ഞു ഞാൻ പോവാണ് എന്നുള്ളത്. അതുവരെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല പോകുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ പോണിൻ്റെ തലേന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞേ ഞാൻ പോവണം എന്നുള്ളത്. അപ്പോൾ ഓഫ് കോഴ്സ് ഭയങ്കര പ്രശ്നങ്ങളായി, പിന്നെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായി. ബട്ട് ഐ വാസ് ഓൺ മൈ സ്റ്റാൻഡ്. ബട്ട് സ്റ്റിൽ ഐ ഡിഡ് നോട്ട് നോ വെദർ ഐ വിൽ ഡു ഇറ്റ് ഓർ നോട്ട്. എനിക്ക് തീരെ ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ ചെയ്യോ ഇല്ലയോ എന്നൊന്നും. ബട്ട് ദെൻ ഐ സെഡ് ഐ എം ട്രൈങ്, പോവുകയാണെന്ന് തന്നെ പറഞ്ഞു വീട്ടിൽ. സോ പോണ സമയത്ത് എനിക്ക് ഇത്രേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഡൽഹി വരെ ഓക്കെയാണ് ഞാൻ. ഡൽഹിയിൽ ഇവിടുന്ന് ട്രെയിൻ കയറിയാൽ ഡൽഹി എത്തുന്നുള്ള സാധനത്തിൽ ഞാൻ ഓക്കെയാണ്, കോൺഫിഡൻ്റ് ആണ്. ആസ് ലോങ് ആസ് ഓൺ ദ വേ എല്ലാം ഹയറാണെന്നുണ്ടെങ്കിൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ
നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അതിലുണ്ടല്ലോ, അവളുടെ റൂമിൽ നിൽക്കാം. ഇത്രയേ എനിക്കറിയുള്ളൂ. ബാക്കി എന്തെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊന്നും അറിയണ്ടായില്ല. ഇത്രയും എനിക്കറിയാം. ഇനി അഥവാ വേറെ ഒന്നിനും എവിടെ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ട്രെയിനിൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരിക. അത്രയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ആർക്കും അറിയില്ലായിരുന്നു ഞാൻ ഒറ്റക്കാണ് പോകണമെന്നുള്ളത്. ഇങ്ങനെ എൻ്റെ റൂമിലുള്ള കുട്ടീൻ്റെ അടുത്ത് ഞാൻ പിന്നെ ഇറങ്ങണ സമയത്ത് പറഞ്ഞു. പിന്നെ നെസിനെ ഒന്ന് കാണാണ്ടായിരുന്നു. എൻ്റെ കുറച്ച് സേവിങ്സ് അവൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സേഫായിട്ട് ഹോസ്റ്റൽ അത്ര സേഫ് അല്ലാത്ത കാരണം. പിന്നെ അതെടുക്കാൻ വേണ്ടി നെസിൻ്റെ അടുത്ത് പോയ സമയത്ത് നെസി വാസ് ലൈക്ക്, ഈ ശരിക്കും പോവാണോ? അപ്പം ഞാൻ വാസ് ലൈക്ക്, ഈ സമയത്താണോ ഈ ഇങ്ങനെ പറയണേ? ഓനും ഇങ്ങനെ ബ്ലാങ്ക് ആയി, ഞാനിങ്ങനെ ബ്ലാങ്ക് ആയി. ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ദിസ് ഹോൾ പ്ലാൻ ബിക്കോസ് ഓഫ് എ ട്രസ്റ്റ് വിത്ത് ഹിം. അങ്ങനെ പറഞ്ഞ ആ ഒരു ബേസിലാണ് ഞാനിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടെ. എന്തായാലും പോവാൻ നേരത്ത് ഇങ്ങനെ ഈ ശരിക്കും പോവാന്ന് വെച്ചപ്പോൾ ഐ വാസ് ലൈക്ക്, ഇത് വർക്കൗട്ട് ആവോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ പിന്നെ എനിക്ക് ഭയങ്കര സംശയമൊക്കെ ആയി. അങ്ങനെ എന്തായാലും ഞാൻ ഷൊർണൂർക്ക് ബസ് കയറി. ഷൊർണൂരിനായിരുന്നു ട്രെയിൻ ഉണ്ടായിട്ട്. ഷൊർണൂർ ടു ചെന്നൈ ആൻഡ് ദെൻ ചെന്നൈ ടു ആഗ്ര, അങ്ങനെയായിരുന്നു. അങ്ങനെ അപ്പം എനിക്ക് ഞാൻ 10 to 20 മിനിറ്റ്സിന് ഞാൻ ആ ട്രെയിൻ എനിക്ക് മിസ് ചെയ്തു. എനിക്കറിയായിരുന്നു റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് എന്തായാലും ട്രെയിൻ മിസ്സാവും എന്നുള്ള കാര്യം. അപ്പോൾ തന്നെ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് എ ട്രൈ. ഐ വാസ് നോട്ട് ഷുവർ അബൌട്ട് എനിത്തിങ് അറ്റ് ഓൾ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് എ ട്രൈ. എന്തായാലും നെക്സ്റ്റ് ട്രെയിനിന് ബാസി പോണ്ടിച്ചേരി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ കയറി, പോണ്ടിച്ചേരിക്ക് കയറി. മീൻസ് പിന്നെ പോണ്ടിച്ചേരി വരെ ഓളപ്പായിരുന്നു. പിന്നെ പോണ്ടിച്ചേരി ടു ചെന്നൈ ഞാൻ പോയി. പിന്നെ ചെന്നൈ ടു ആഗ്ര ആ ട്രെയിൻ എനിക്ക് കിട്ടി. അപ്പോൾ ഈ ചെന്നൈയിൽ പോകുന്ന സമയത്ത് ഒരു ചേച്ചിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നൈസ് ചേച്ചി ഇങ്ങനെ ഭയങ്കര സ്പിരിച്വൽ കൈൻഡ് ഓഫ് തിങ്സ് പറയാൻ തുടങ്ങി, മെഡിറ്റേഷൻ കൈൻഡ് ഓഫ് തിങ്സ് പറയാൻ തുടങ്ങി. കുറേ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാനിങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര അത്ഭുതമൊക്കെ ആയി. ആൻഡ് ഷീ ഗേവ് മീ ലോട്ട്സ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് മോട്ടിവേഷൻ. ആൻഡ് that made a very big incident for my entire journey. അങ്ങനെ ഞാൻ ചെന്നൈന്ന് സക്സസ്ഫുള്ളി ട്രെയിൻ കയറി. പിന്നെ ഞാൻ ഒറ്റക്കാണല്ലോ. കമ്പാർട്ട്മെന്റ്സിലുള്ള എല്ലാ ആൾക്കാരും എന്നെ ഇങ്ങനെ നോക്കും, ഈ കുട്ടി എന്താണ് ഇത് ഒറ്റക്ക് നടക്കുന്നേ എന്നുള്ളൊരു സാധനം. ആൻഡ് ഐ വാസ് നോട്ട് ബോതർഡ് ടു മൈൻഡ് അബൌട്ട് ഇറ്റ്. പിന്നെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, വേറെന്തോ ചെയ്യണ പോലെ. But then I wanted to do my niskaram because that was the only thing left, in fact. Because even my friends who were against me, എല്ലാവരും എന്നെ against ആയിരുന്നു. ബാസിയൊക്കെ എൻ്റെ അടുത്ത് തെറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ അധികം ആർക്കും അറിയണ്ടായിരുന്നില്ല ഞാൻ ഒറ്റക്കാണ് പോകണമെന്നുള്ള കാര്യം. ആകെ എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള 2-3 പീപ്പിൾസിന് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ ഞാൻ ഒറ്റക്കാണ് പോകണമെന്നുള്ള കാര്യം. അങ്ങനെ എന്തായാലും ആഗ്ര വരെ എത്തി. ആഗ്ര എത്തിയിട്ട് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഞാൻ അവിടുത്തെ ഒരു എൻക്വയറിക്ക് ഒരു ഡെസ്കും കാണുന്നില്ല അവിടെ. അപ്പോൾ പിന്നെ ഒരു പോലീസിനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു, ഇങ്ങനെ ഇവിടുന്ന് എപ്പോഴാണ് ഡൽഹിക്ക് ലാസ്റ്റ് ട്രെയിൻ എപ്പോഴാണ് ഉണ്ടാവുക ചോദിച്ചു. അപ്പം തന്നെ അയാൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ച കാര്യം മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്നാണ്. അപ്പം ഞാനിങ്ങനെ എനിക്കൊരു പേടിയായിട്ടോ, കാരണം നമ്മൾ UP കുറേ പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കേൾക്കുന്നതാണല്ലോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ എന്ത് പറയണം എന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സമയത്താണ് ഒരു ചേച്ചി വരുന്നുണ്ടായിരുന്നു. ആ ചേച്ചി പൊട്ടും ഇട്ടിട്ടുണ്ട്, തട്ടും ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും തട്ട ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ ചേച്ചിനെ കണ്ടപ്പോൾ തട്ടുമുണ്ട് പൊട്ടുമുണ്ട്. ബട്ട് ദെൻ I don't know, for some reason I just said I'm Muslim. I did not say anything else. വരുന്നത് വരട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ എന്താ ഇവിടെ ഒറ്റക്കാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഫ്രണ്ട്സ് പുറത്തുണ്ട്, ജസ്റ്റ് ട്രെയിനിൻ്റെ സമയം അറിയാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അയാൾ ട്രെയിനിൻ്റെ സമയം പറഞ്ഞു തന്നു. പിന്നെ ഞാൻ അവിടുന്ന് നേരെ താജ്മഹലിൽ പോയി. താജ്മഹലിൽ പോകാനൊക്കെ മറ്റേ സൈക്കിൾ ഉണ്ടല്ലോ, സൈക്കിളോട്ട് ബാക്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റും, കൊട്ട പോലത്തെ സാധനം, ആ വണ്ടികളായിരുന്നു. അങ്ങനെ താജ്മഹൽ പോയി. പിന്നെ റെഡ് ഫോർട്ട് പോയി. ഫുഡായിരുന്നു ഭയങ്കര സീന്. ഇങ്ങനെ എനിക്ക് ഒരു സ്ഥലത്ത് ഒറ്റക്ക് പോയിരുന്ന ഫുഡൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പം അങ്ങനെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങി തിന്നലായിരുന്നു. അത് സ്റ്റൊമക്കിന് തീരെ ഗുഡായിരുന്നില്ല. അങ്ങനെ ഏകദേശം 5 മണിയായപ്പോൾ ട്രെയിൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹിക്ക്. അപ്പം പിന്നെ ആ ട്രെയിൻ കയറി. ഏകദേശം ഒരു 7-8 മണി ആയ സമയത്ത് ഡൽഹിയിലെത്തി.
ആൻഡ് ദെൻ ഡൽഹിയിൽ നിന്ന് പിന്നെ അവൾ പറഞ്ഞു തന്നു മെട്രോ കയറി അവളുടെ റൂമിലേക്ക് എങ്ങനെ വരണം എന്നുള്ളതൊക്കെ പറഞ്ഞു ഞങ്ങൾ അവളുടെ റൂമിലെത്തി. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ റൂമിലെത്തിയതിൻ്റെ ശേഷമാണ് നല്ലൊരു ഫുഡ് കഴിച്ചത്. നല്ല തണുപ്പ് ക്ലൈമറ്റ് ആണ്, നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. ഞാനാണെങ്കിൽ അധികം സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആകെ 2-3 ഡ്രസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 10 days ടൈമും ഉണ്ടായിരുന്നു. ആ 10 days ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് മീൻവെൽ ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഡൽഹിയിൽ നിന്ന് എങ്ങനെ കസോൾ മണാലി വരെയൊക്കെ പോകാൻ പറ്റുന്നതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ സോ ഞാൻ എത്തിയതിൻ്റെ നെക്സ്റ്റ് ഡേ ഈവനിങ് മണാലിക്ക് കസോൾക്കാണ് ഞാൻ പോയത്. കസോൾക്കുള്ള ബസ് ബുക്ക് ചെയ്തു. ജുമാ മസ്ജിദിൻ്റെ ഏകദേശം അടുത്തു നിന്നാണ് ബസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ അവരുടെ കോളേജിൽ ജാമിയ മില്ലിൽ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി കണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ജുമാ മസ്ജിദ് പോയി. ജുമാ മസ്ജിദിൻ്റെ അവിടുന്ന് സ്വെറ്ററൊക്കെ വാങ്ങി. അവിടെ നല്ല വിലക്കുറവിൽ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് സ്വെറ്ററൊക്കെ വാങ്ങി. നല്ല തണുപ്പാട്ടോ. അവിടുത്തെ ആൾക്കാരൊക്കെ കണ്ട കുറേ ഭയങ്കര പാവപ്പെട്ട ആൾക്കാരുണ്ടായില്ലേ. രാത്രിയൊക്കെ റോട്ടിൽ കിടക്കുക. നമുക്കൊക്കെ സ്വെറ്റർ ഇട്ട് 2 സ്വെറ്റേഴ്സ് ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടി നല്ല കട്ടി ബ്ലാങ്കറ്റ് വിരിച്ച് കിടന്നിട്ട് നമുക്കൊക്കെ തണുപ്പായിരുന്നു. അങ്ങനത്തെ അത്ര തണുപ്പുള്ള സമയത്താണ് റോട്ടിൽ കിടക്കുക. അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഭയങ്കര എന്തോ പോലെ ആയിട്ടോ. ദെൻ ഇങ്ങനൊരു ഭാഗം ഓഫ് ഇന്ത്യയും ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞിട്ടില്ലല്ലോ. കേൾക്കുന്നുണ്ട് എന്നല്ലാതെ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായി. വേറെ തന്നെ ഒരു ഫീലായിരുന്നു. പിന്നെ കുറേ വയസ്സായ ആൾക്കാരും പെണ്ണുങ്ങളും കുട്ടികളും ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കിടക്കുക. പുവർ പീപ്പിളിൻ്റെ നല്ല ഒരുപാട് പുവർ പീപ്പിൾ അവിടെ ഉണ്ട് തോന്നുന്നു. പോപ്പുലേഷൻ നല്ല കൂടുതലാണ് തോന്നുന്നു. അതിൻ്റെ മാത്രം ഒരു ഏരിയ അതായിരുന്നു ഡൽഹിയിൽ തന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയ, മീൻസ് ഭയങ്കരമായിട്ട് കൊണ്ടൊരു സാധനമായിരുന്നു അത്. ആ ഒരു കാഴ്ച, കുട്ടികളും ചെറിയ കുട്ടികളും വിമൻസും ഇങ്ങനെ മുലയൂട്ടുന്ന വിമൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര പാവപ്പെട്ട കണ്ടീഷൻസിൽ നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾ. നമ്മളിങ്ങനെ കുറച്ച് നേരം അവിടെയും ഇവിടെയും ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതൊരു ഏരിയ ഫുള്ള് ഇങ്ങനത്തെ ആൾക്കാർ ഒക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ. അങ്ങനെ എന്തായാലും ജുമാ മസ്ജിദിക്ക് വണ്ടി കയറി. പിന്നെ അവിടുന്ന് ഞാൻ ഡൽഹി ബസ് കിട്ടി. ജുമാ മസ്ജിദിൻ്റെ അവിടുന്ന് ഒരാളെ കണ്ട് ഞാൻ ജസ്റ്റ് ഈ സ്ഥലത്തേക്ക് എങ്ങനെ പോകണമെന്ന് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞ സമയത്ത് അയാൾ കുറച്ച് പറഞ്ഞു തന്നു. പിന്നെ അയാൾ കൂടെ വന്നിട്ട് ഇങ്ങനെ, ഞാനും ഒരു ട്രാവലറാണ്, അതുകൊണ്ടാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊരു താല്പര്യം, നിങ്ങൾ ഞാൻ ഓട്ടോ കയറ്റി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളെനിക്ക് വന്ന് ഓട്ടോ കയറ്റി തന്നു. അയാളെൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഒരു ട്രാവലർ ആയ കാരണം എനിക്കറിയാൻ പറ്റും ഹൗ ഇറ്റ് ഫീൽസ് എന്നുള്ളത്, സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ആളെനിക്ക് ബാർഗെയിനൊക്കെ ചെയ്തെന്ന് നല്ലൊരു ഓട്ടോയിൽ കയറ്റി തന്നു. ഈ ഒരു ടൈമിലൊക്കെ നെസ്സിങ്ങനെ ഇടയ്ക്ക് വിളിക്കലുണ്ടായിരുന്നു, എന്തായി എവിടായി എന്താണെന്നൊക്കെ ചോദിക്കാം. ബാക്കി ആരും തിരിഞ്ഞു നോക്കാത്ത പോലെ എല്ലാവരും ഇങ്ങനെ ആർക്കും ഇഷ്ടമില്ലാണ്ട് ഞാൻ വന്നതല്ലേ. നെസ്സി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കലുണ്ടായിരുന്നു. ആ ഒരു സമാധാനത്തിൽ. അപ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും നെസ്സിനെ വിളിക്കാണ്ടായിരുന്നു. അതാണ് നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആക്കി. അങ്ങനെ എന്തായി, അങ്ങനെ ഞാൻ ബസ് കയറിയ സമയത്ത് ഫുൾ ബോയ്സ് ആയിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഓക്വേർഡ് ഫീലിംഗ് വന്നു. നമ്മൾ ബസ് കയറി ബസ് സ്റ്റാർട്ടായി ഒരു നൈറ്റൊക്കെ ആയ സമയത്ത് എനിക്ക് ഭയങ്കര ഓക്വേർഡ് ഫീലിംഗ് വന്നു. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിങ്ങനെ ഹോട്ടലിൽ പോയി ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കര വെയ്ക്കാത്തൊരു സാധനമായിരുന്നു. സോ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൈ വെച്ചിട്ടുണ്ടായിരുന്നു ബസ് നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ദെൻ ഐ ഡിഡ് നോട്ട് ഗോ ഔട്ട് ആൻഡ് ഈറ്റ്. ബട്ട് ദെൻ എവറിബഡി വാസ് ഗിവിങ് മീ ദാറ്റ് റെസ്പെക്ട് ദാറ്റ് ഐ വാസ് അലോൺ. അങ്ങനെ ബട്ട് ദെൻ എനിക്ക് ആ ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ എന്ത് വന്നാലും നെസ്സിനെ വിളിക്കുക, നെസ്സി അപ്പം ഫോൺ എടുക്കും. ആ ഒരു സാധനം മാത്രമേ എനിക്ക് അപ്പം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസമായിരുന്നു, അത് മാത്രമായിരുന്നു എൻ്റെ ആ സമയത്തുള്ള ഒരു റിലീഫ്. ബട്ട് അപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് എന്നുള്ളതിനപ്പുറം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ടൈമിലും. അങ്ങനെ ഏകദേശം വൈകുന്നേരം 7 മണിക്ക് കയറിയ ബസ്സാണ്. പിറ്റേ ദിവസം ഒരു 7 മണി ആയ സമയത്ത് മോർണിംഗ് കസോളെത്തി കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള വ്യൂസ് ഗായ്സ്, ഇതിനെക്കുറിച്ച് എനിക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഇന്ന് ഞാൻ അത് എൻ്റെ കണ്ണിൽ കാണുമ്പോൾ അത് ആ ഒരു ലെവൽക്ക് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ് ഗൈസ്.
ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള മൗണ്ടെയ്ൻസ്. ഐ ഡോണ്ട് നോ, ഞാനൊരു മൗണ്ടെയിൻ ലവർ ആയ കാരണമാണോ, എനിക്ക് മാത്രമാവോ അത് ഫീൽ ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. ആൻഡ് ഹിമാചൽ ഈസ് എ സ്പെഷ്യൽ പ്ലേസ്. I should say that because all the way from Kerala till Himachal, I would say I had this feeling I'm not a person from this place. I mean, ഞാനൊരു സ്ട്രേഞ്ചർ ആണ് ഇവിടെ എന്നുള്ളൊരു സാധനം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ആഫ്റ്റർ റീച്ചിങ് ഹിമാചൽ, I should say, I do not know why, but yeah, I never felt like I was a person outside from this place. എനിക്കിങ്ങനെ ആ ഒരു സ്ട്രേഞ്ച് ഫീൽ തീരെ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ദ പ്ലേസ് വാസ് വെരി വെൽക്കമിങ്. ആൾക്കാരായാലും ദ ക്ലൈമറ്റ് ആയാലും, ഐ ഡോണ്ട് നോ വാട്ട് ആൻഡ് വൈ, ബട്ട് ദ പ്ലേസ് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. എനിക്കിങ്ങനെ അതിനെക്കുറിച്ച് അധികം പറയാൻ അറിയില്ല, ബട്ട് അതെങ്ങനെയെങ്കിലും അറിയിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആ ടൈമിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. അന്ന് 2-3 years മുന്നേ നടന്ന കാര്യമാണ്. പക്ഷെ അത് ഇപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ കണ്ണിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലഷർ ഗായ്സ്, ഇങ്ങനെ ലൈഫിൽ വൺ ടൈമെങ്കിലും കാണേണ്ട സ്ഥലമാണ്. ബിക്കോസ് പഠിച്ചോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ. പഠിച്ചവൻ്റെ ഓരോ സൃഷ്ടിപ്പുകളല്ലേ എല്ലാം, അതൊക്കെ നമ്മൾ കാണണ്ടേ. എത്ര മനോഹരമായിട്ട്, എത്ര അടിപൊളിയായിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളേ, അതൊക്കെ അല്ലേ നമ്മൾ കാണണ്ടേ. എനിക്കൊന്നും പറയാറില്ല. ഇങ്ങനെ ഭയങ്കര വൈറ്റ് ആൻഡ് ഭയങ്കര കുന്ന് പോലെയുള്ള മൗണ്ടെയ്ൻസിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നീല വാട്ടർ, ബ്ലൂ വാട്ടേഴ്സ്. ലൈക്ക് ചില കാഴ്ചകൾ നമ്മൾ കാണുന്നെ വേണം, എല്ലാ കാഴ്ചകളും നമ്മൾ കാണണം. ബട്ട് this is more than I can ever explain. It's more than a view. I don't know, the feelings I got from there, the completeness I felt in myself once I reached there. Oh my god, അത് വേറെ തന്നെ ആയിരുന്നു കേട്ടോ. വേറെ തന്നെ പറഞ്ഞാൽ വേറെ തന്നെ. പിന്നെ കസോളിൽ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നസി ഓൾറെഡി പോയ സ്ഥലമായിരുന്നു. അപ്പോൾ നസി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ ഒരു ഗുരുദ്വാര ഉണ്ടാവും ഒക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ബസ് കിട്ടും എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മേലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എന്താക്കി, ഞാൻ കുറച്ചുകൂടി നടന്നതിനിപ്പോൾ അങ്ങനെ ഗുരുദ്വാര കിട്ടി. അങ്ങനെ ചോദിച്ചു പോയി. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയില്ല, ആരോടെങ്കിലും ചോദിക്കാനോ ഒന്നിനും എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. ആസ് ഐ സെഡ്, ഇറ്റ് വാസ് വെരി വെൽക്കമിങ് പ്ലേസ്. എന്നിട്ട് പിന്നെ അവിടെ പോയി ഗുരുദ്വാരയിൽ പോയി. ഗുരുദ്വാര ഈസ് അടിപൊളി. ലൈക്ക് ഭയങ്കര 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 പീസ്ഫുൾ. ഹിമാചൽ ഇറ്റ്സെൽഫ് ഈസ് എ പീസ്ഫുൾ പ്ലേസ്. അത് ഗുരുദ്വാര ഇസ് എക്സ്ട്രാ പീസ്ഫുൾ. ആൻഡ് അവിടെ ഇങ്ങനെ എല്ലാവർക്കും ഫുഡ് വെറുതെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നമ്മൾ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി. പിന്നെ ഞാൻ ബസ് തപ്പിപ്പോയി. നല്ല സ്നോഫോളുള്ള സമയമാണ്. അപ്പോൾ റോഡ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു, ബസ്സൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല ആൾക്കാർ പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ചായക്കട പോലെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരിങ്ങനെ മേലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിക്കുക. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇവിടെ നിന്നോ, എന്തെങ്കിലും ഒരു ചാൻസ് ഇവിടുന്ന് കിട്ടായിക ഉണ്ടാവില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ടാക്സിക്കാർ വന്നു, അവിടെ മേലെ ഡ്രോപ്പാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു വലിയ എക്സ്പെൻസീവ് ഒന്നും ഇല്ലാത്ത പൈസക്ക് എന്നെ അവിടെ ഡ്രോപ്പാക്കി തന്നു. ആ പോണ സമയത്ത് ഞാനെടുത്ത വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഇറ്റ്സ് നോട്ട് വിത്ത് മീ എനി മോർ. പിന്നെ ആ സമയത്ത് അത് ഭയങ്കര, എനിക്ക് മീൻസ് ആർക്കും അറിയില്ലല്ലോ ഞാൻ ഒറ്റക്കാണ് എന്നുള്ളതൊന്നും. അപ്പം എനിക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊന്നും ഇങ്ങനെ ഇപ്പം പറയുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് എനിക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ കാണുന്ന സാധനം എനിക്ക് 4 ആൾ അറിയിക്കണം, അപ്പോൾ എനിക്കതിന് പറ്റുന്നില്ല. സോ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം.